നമസ്കാരം. പ്രധാന വാർത്തകൾ. മുത്തങ്ങയിൽ നേരിട്ടത് കൊടിയ മർദ്ദനം. എത്ര കാലം കഴിഞ്ഞാലും മാപ്പിന് അർഹതയില്ല. എ.കെ. ആന്റണിക്ക് മറുപടിയുമായി സി.കെ. ജാനു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ പീഡനത്തിന് വിധേയമായെന്ന് സി.കെ. ജാനു പറഞ്ഞു. വേദന അങ്ങനെ തന്നെ നിലനിൽക്കും. വൈകിയ വേളയിലാണെങ്കിലും നടപടി തെറ്റായി പോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അവിടെ സമരം ചെയ്ത എല്ലാവർക്കും ഭൂമിയാണ് നൽകേണ്ടത്. മാപ്പ് പറയുന്നതിനേക്കാൾ പ്രയോജനം അതിനാണ് ഉണ്ടാവുക. മുത്തങ്ങയിൽ 283 പേർക്ക് ഭൂമി നൽകാൻ തീരുമാനമായെങ്കിലും ആ പ്ലോട്ട് പോലും ഇതുവരെ കണ്ടെത്തി നൽകിയിട്ടില്ലെന്നും സി.കെ. ജാനു പറഞ്ഞു. മുത്തങ്ങ സംഭവത്തിൽ ഖേദമുണ്ടെന്ന് ഇന്നലെ കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി പറഞ്ഞിരുന്നു. ഇതിനോടുള്ള പ്രതികരണമാണ് സി.കെ. ജാനു നടത്തിയത്. മുത്തങ്ങയിൽ വെടിവെപ്പ് ഒഴിവാക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നുവെന്ന് സി.കെ. ജാനു പറഞ്ഞു. ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി. 16-കാരൻ കിണറ്റിൽ ചാടി ജീവനൊടുക്കി. കൊല്ലത്ത് ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ 16-കാരൻ ജീവനൊടുക്കി. കുണ്ടറ പെരുമ്പുഴ പനവിളക്കിഴക്കതിൽ അനിൽകുമാർ ദീപ ദമ്പതികളുടെ മകൻ അഖിൽക്കെയാണ് മരിച്ചത്. വീട്ടുവളപ്പിലെ കിണറ്റിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഇളമ്പള്ളൂർ ഗവൺമെന്റ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് കുട്ടിയുടെ പിതാവ് കുണ്ടറ പോലീസിൽ പരാതി നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് ട്രെയിനിയായ ആനന്ദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ആനന്ദ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പിൽ വിശ്രമിക്കുകയായിരുന്നു ആനന്ദ്. ഇന്ന് രാവിലെ ബാത്റൂമിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റുള്ളവർ ഗ്രൗണ്ടിൽ പോയപ്പോഴാണ് ആനന്ദ് തൂങ്ങി മരിച്ചത്. B കമ്പനി പ്ലാറ്റൂൺ ലീഡറായിരുന്നു ആനന്ദ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. വിഴിഞ്ഞത്ത് വാഹനാപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷ ഇടിച്ച വയോധികൻ മരിച്ചു. വിഴിഞ്ഞം കോട്ടപ്പുറം കുഴുവിളപ്പുരയിടത്തിൽ പീറ്ററാണ് മരിച്ചത്. കോട്ടപ്പുറം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു പീറ്റർ. ഈ സമയത്താണ് ഇതുവഴി വന്ന ഓട്ടോറിക്ഷ പീറ്ററിനെ ഇടിച്ചത്. എന്നാൽ ഓട്ടോ നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ എത്തി പീറ്ററെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സന്ദർശിച്ച് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷും മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 6 പേരുമാണ് രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചത്. കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടും രാഹുലിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ നേതാക്കളുടെ തീരുമാനം. രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്ന കാര്യത്തിലും ചർച്ചയായി. സൗഹൃദ സന്ദർശനമെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം.